ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത് വിജയങ്ങളുടെ ഒരു കാലമാണ്. കാരണം ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ അവർ നേടിയ വിജയം, അതിന് തൊട്ടു പിന്നാലെ ഹരിയാനയിൽ അവർക്ക് ഒരു തകർപ്പൻ വിജയം നേടാൻ കഴിഞ്ഞു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അവരെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അടുത്ത വർഷമാദ്യം നടക്കാനിരിക്കുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ് ചെറിയൊരു സംസ്ഥാനമാണെങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ കയ്യിൽ നിന്ന് ഭരണം നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണ്. കോൺഗ്രസ് ആണത് ഭരിക്കുന്നത്. കോൺഗ്രസ് രാജ്യത്ത് ഭരിക്കുന്ന ചുരുക്കം ചില നിയമസഭകളിലൊന്ന് ഹിമാചൽ പ്രദേശിൻ്റെതാണ്. അവിടെ കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ നിയമസഭയ്ക്ക് തൊട്ടു മുമ്പ് നടക്കുന്ന സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം നേടിയിരിക്കുന്നത് മണാലിയിലും രാംപൂരിലുമാണ്. ഈ 2 നഗരസഭകളും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളാണ്. ഇതിൽ രാംപൂർ എന്ന് പറയുന്നത് എക്കാലവും കോൺഗ്രസിനൊപ്പം നിന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ബി.ജെ.പി വലിയ രീതിയിലുള്ള വിജയം നേടി. ഇതിനൊരു പ്രധാന കാരണം ഈ ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ് കുറെ നാളുകളായി ഹിമാചൽ പ്രദേശിലുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്കൊന്നും ശമ്പളം കിട്ടുന്നില്ലെന്നുള്ള പരാതിയുണ്ട്. ഒപ്പം തന്നെ ക്ഷേമ പദ്ധതികളോ പെൻഷനോ കൃത്യമായി തന്നെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ റിസൾട്ടിനെ നോക്കിക്കാണാനായിട്ട്. കുളു ജില്ലയിൽ വരുന്ന മണാലിയിൽ ബി.ജെ.പിക്ക് വിജയം നേടിയതും ഒരു വലിയ പ്രാധാന്യത്തോടെ കാണുന്നു. ഒപ്പം തന്നെ ബാക്കിയുള്ള കോർപ്പറേഷനിലെ ഫലം മെയ് 31-നാണ് പുറത്തു വരിക. മെയ് 31-നായിരിക്കും അന്തിമ ഫലം പുറത്തു വരിക എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫലം വന്ന ഇത്രയും നഗരസഭകളിൽ ബി.ജെ.പി വലിയ ലീഡ് നിലനിർത്തിയിട്ടുണ്ട്. ഒരു നഗരസഭ കോൺഗ്രസ് നിലനിർത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.